മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയാണെങ്കിൽ ശരണ്യെ കാണുന്നുണ്ട്. ശരണ്യെ കാണുമ്പോൾ തന്നെ അലീനയ്ക്ക് സങ്കടം കാരണം സഹിക്കാൻ വയ്യ. ആ ഒരു അവസ്ഥയിലാണ് ശരണ്യ മുറിയിലേക്ക് ചെന്ന് അമ്മ ലൈറ്റിന് മുമ്പേ ശരണ്യെ പേടിച്ച് ഇങ്ങനെ ബഹളം വെക്കുവാണ്. അത് കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് സങ്കടം കൊണ്ട് കരയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, മോളെ സമാധാനമായിട്ടിരിക്കെ, കൂടെയുണ്ട്, ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെയുണ്ടെന്ന് പറയാണ്. ആ ഒരു അവസ്ഥ കാണുമ്പം ശരണ്യയുടെ അമ്മയും ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയാണ്, ഇതാണ് എൻ്റെ മോളുടെ അവസ്ഥ. ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മോളുടെ ജീവിതം തകർത്ത് ഞങ്ങളിനി എന്ത് ചെയ്യും എന്ന് പറയാണ്. അപ്പം അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് സങ്കടം വരുന്നുണ്ട്. എത്ര ദിവസമായെന്നറിയാം വല്ലതും കഴിച്ചിട്ട് ഈ ഒരു കടപ്പ് തന്നെ, എപ്പോഴും ഈ കടപ്പ് തന്നെ, എന്തോ ആലോചിച്ചുള്ള കടപ്പ്, അവൾക്ക് ജീവിച്ചിരിക്കണ്ടെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ അമ്മ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, മോളെ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റം വരാനാ, നീ പഴയതുപോലെ ആവണ്ടേ. അപ്പം ശരണ്യ ചോദിക്കുകയാണ്, എന്തിനാ ഞാനിനി ജീവിച്ചിരിക്കുന്നതെന്ന് വീണ്ടും ശരണ്യ ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, നിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും നിൻ്റെ കൂടെ തന്നെ ഉണ്ട്, അപ്പം നീ ജീവിച്ചിരിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ശരണ്യടുത്ത് അലീന സംസാരിക്കുന്നുണ്ട്. അപ്പം ശരണ്യയുടെ അമ്മയെടുത്ത് അലീന പറയാണ്, കഞ്ഞി എടുത്തുകൊണ്ട് ഞാൻ കോരി കൊടുക്കാമെന്ന് പറയാണ്. അപ്പോൾ ശരണ്യ പറയാണ്, എനിക്ക് വേണ്ട, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, മോളെ ഇനി ഇച്ചിരി ചേച്ചി കോരിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യയെ പിടിച്ച് പൊക്കിയിരുത്തി. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അമ്മ വന്ന് കഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പം അലീന അത് കോരി കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യമൊക്കെ വേണ്ടാന്ന് ശരണ്യ പറയുന്നെങ്കിൽ പിന്നെ പതുക്കെ കുടിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരണ്യയുടെ അമ്മയ്ക്കൊരു സമാധാനമൊക്കെ ആവുന്നുണ്ട്. ആഹാരം കഴിക്കാൻ തുടങ്ങിയല്ലോ, അതുകൊണ്ടൊരു സമാധാനം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ശരണ്യ അടുത്ത് പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, ചേച്ചി മോളുടെ കൂടെ തന്നെയുണ്ട്, എന്തിനും കൂട്ടായി ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയണം. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശരണ്യ പൊട്ടിക്കരഞ്ഞ് അലീനെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കാണുമ്പോഴത്തേക്ക് ശരണ്യയുടെ അച്ഛനും അമ്മയൊക്കെ സങ്കടത്തോടെ കരയുന്നുണ്ട്. അങ്ങനെ ശരണ്യെ ആശ്വസിപ്പിച്ച് അലീന അവിടുന്ന് പോവുകയാണ്. വീട്ടിൽ വരുന്ന അലീനയാണെങ്കിൽ ശരണ്യയുടെ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട്, അവിടെ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, അവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ചിന്തിക്കാൻ നേരല്ലേ ഉള്ളൂ, ഇങ്ങനെ ഒരു ആപത്തിൽപ്പെട്ട പെങ്കൊച്ചിൻ്റെ ആ നാട്ടുകാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ നേരല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് പോകണ്ടെന്ന്. അപ്പം അലീന കേൾക്കാതെ പോയതല്ലേ ഇത് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പം അലീന ഇങ്ങനെ സങ്കടത്തോടെ പറയാണ്, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു വെച്ചാൽ, പക്ഷേ അവിടെ ചെന്ന് ശരണ്യെ കണ്ട ഞാൻ ആകപ്പാടെ തകർന്നു പോയി. ആ കുട്ടിയുടെ അവസ്ഥ എനിക്ക് പറയാൻ പോലും വയ്യ, അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്ന് അലീന സങ്കടത്തോടെ പറയാണ്. ഒന്നും കഴിക്കുന്നില്ല, ആരോടൊന്നും മിണ്ടുന്നില്ല, എപ്പോഴും ഒരേ ഒരു ആലോചനയിൽ തന്നെയാണെന്ന് പറയാണ്. മാത്രമല്ല ശരണ്യയുടെ അച്ഛനും അമ്മയുടെ അവസ്ഥ അത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല എന്ന് അലീന പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ബാലേന്ദ്രൻ പറയാണ്, നമ്മൾ എന്ത് ചെയ്യാനാ മോളെ, ഇവർ ഇത്രയും വലിയ ക്രൂരത കാണിക്കുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. എന്തായാലും വെച്ചാൽ നമുക്ക് അങ്ങനെ ശരണ്യെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ശരണ്യെ ഈ ഗതിയിലാക്കിയത് നമ്മുടെ തന്നെ വീട്ടിലുള്ളവരാണെന്ന് അലീന പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ സങ്കടമാവുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളും അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ചേച്ചി? അല്ല, ഞാൻ ഇന്ന് ആ ശരണ്യയുടെ വീട്ടിൽ പോയായിരുന്നു മോളെ, ശരണ്യയുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ സങ്കടത്തോടെ കേൾക്കുകയാണ്. ശരണ്യയുടെ അവസ്ഥ വലിയ കഷ്ടമാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ചേച്ചി ഇനി അങ്ങോട്ട് പോകണ്ട, കാരണം ഇനി പോയി കഴിഞ്ഞാൽ അവർ ഇപ്പം പെരുമാറിയതുപോലെ ഇനിയും പെരുമാറത്തില്ലെന്ന് പറയാൻ പറ്റുമോ, നമുക്ക് ജീവന് ഭീഷണി തന്നെ ഉണ്ടെന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട്. അപ്പം ബാലേന്ദ്രനും പറയുന്നുണ്ട്, അത് തന്നെ, മോളിനി അങ്ങോട്ട് പോകണ്ട എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, ഇല്ലച്ചാ ഞാൻ പോകും, ഞാൻ ഇനിയും പോവും, ഞാൻ അവിടെ ചെന്ന് അതിനെ എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും, അതിനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടെന്ന് അലീന പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, മോൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. എനിക്ക് പലതും ചെയ്യാൻ പറ്റും, എല്ലാവരും അവളുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴും അവളെ ചേർത്ത് പിടിക്കാനോ അവളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും കേൾക്കാനോ അവളെ അത് ആശ്വസിപ്പിച്ച് അവളെ ഈ ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാനോ ആരും തയ്യാറാവത്തില്ല. ഇപ്പോൾ ആ കുട്ടിക്ക് പറ്റിയ ആ ഒരു അവസ്ഥയിൽ മാത്രമാണ് എല്ലാവരും കൂടെ നിൽക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പം അവരിതെല്ലാം മറക്കും. പക്ഷേ ആ കുട്ടിയുടെ മനോനില ഒരു മാറ്റവും ഇല്ലാതെ തുടരും. അവളെ നമുക്ക് ജീവിതത്തിലേക്ക് പഴയതുപോലെ കൊണ്ടുവരണം, അതിന് ഞാൻ തീർച്ചയായിട്ടും അവിടെ പോകുമെന്ന് പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ വീണ്ടും പറയും. പക്ഷേ അലീന കേൾക്കുന്നില്ല. അലീന പറയാണ്, ഞാൻ പോവുക തന്നെ ചെയ്യും മോളെ, അതിന് ഒരു മാറ്റമില്ല, ഞാൻ ആ കുട്ടിയുടെ സൈഡ് തന്നെയാണെന്ന് പറയാണ്. പറഞ്ഞുകൊണ്ട് അലീന അങ്ങ് പോവുകയാണ്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ കൃഷ്ണമോളടുത്ത് പറയാണ്, മോൾ ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട, അലീനയുടെ മനസ്സ് അങ്ങനെയാണ്, അവൾ തെറ്റെവിടെയാണോ അവിടെ അതിനെതിരെ നിൽക്കത്തുള്ളൂ എന്ന് പറയാണ്, അതുകൊണ്ട് അവളെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ അലീന വീണ്ടും പോവുകയാണ് അങ്ങോട്ട്. അവിടെ ചെല്ലുമ്പോൾ നേരത്തെ പോലല്ല, ഈ പ്രാവശ്യം ചെല്ലുമ്പോൾ
ശരണ്യയുടെ സഹോദരങ്ങളൊന്നും ഒന്നും പറയുന്നതൊന്നുമില്ല. അതേപോലെ അമ്മയാണെങ്കിൽ അലീനയെ വിളിച്ച് അകത്തേക്ക് കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും അലീന ആ കുട്ടിയായിട്ട് സംസാരിക്കുകയാണ്. പതുക്കെ പതുക്കെ അവർ കൂടുതൽ അടുക്കുകയാണ്. അലീന പറയുന്നതെല്ലാം ശരണ്യ കേൾക്കുന്നുണ്ട്. ആഹാരം കഴിക്കുന്നുണ്ട്. കുറേ മാറ്റങ്ങളൊക്കെ പതുക്കെ വന്നു തുടങ്ങുന്നുണ്ട്. മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പതുക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ പലവട്ടവും അലീന അവിടെ ചെന്ന് ആ കുട്ടിയെ പതുക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അലീന ഷാജിയേട്ടൻ്റെ വീട്ടിലും ഇടയ്ക്ക് പോകുന്നുണ്ട്. ഷാജിയെ കാണുന്നുണ്ട്. ഷാജിയെ സംസാരിക്കുന്നുണ്ട്. ഷാജിയാണെങ്കിൽ അലീനയെ ഷാജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഷാജിയുടെ സഹോദരിയായിട്ടും അലീന കൂടുതൽ അടുക്കുന്നുണ്ട്. കാരണം ഒരാപത്തിൽപ്പെട്ടപ്പോൾ എന്നെ ഷാജിയേട്ടൻ രക്ഷിച്ചതിൻ്റെ ഒരു കടപ്പാട്ട് ഷാജിയോട് അലീനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോഴൊക്കെ ഇടയ്ക്ക് ഷാജിയുടെ വീട്ടിലും കയറി അവിടെ ഷാജിയുടെ അമ്മയും സഹോദരിയായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അലീന. അങ്ങനെ അലീനയാണെങ്കിൽ ആ വീട്ടിലെ ഒരംഗമായി മാറുവാണ് ശരണ്യയുടെ വീട്ടിലെ. ശരണ്യടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇടയ്ക്ക് ചെല്ലുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി എങ്ങനെയൊക്കെ എൻ്റെ മനസ്സ് മാറ്റാൻ നോക്കിയാലും അന്നത്തെ ഒരു ദിവസം, ആ ദിവസം എനിക്ക് വീണ്ടും എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഹരി ഒരിക്കലും ഈ ഒരു ചതി എന്നോട് കാണിക്കും. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എൻ്റെ ഓർമ്മ നഷ്ടപ്പെടുന്ന സമയത്ത് പോലും ഞാൻ ഹരിയോ കൂടെ നിൽക്കണമെന്നാണ് പറഞ്ഞത്. ഒരിക്കലും ഹരി ഈ ചതി എന്നോടൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അലീന പറയാണ്, മോളിനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട എന്ന് പറയാണ്. ശരണ്യ പറയാണ്, അവർ മൂന്ന് പേരും എന്നോട് ഇത്ര വലിയ ക്രൂരത കാണിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവരുടെ മുഖം ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോത്തില്ല എന്ന് പറയാണ്. അപ്പം അലീന ഇങ്ങനെ സംശയത്തോടെ നോക്കുകയാണ്. അപ്പം അലീന ചോദിക്കുകയാണ്, അവർ 3 പേര് മാത്രമല്ല മോളെ, 4മതൊരാളുണ്ട്, അവർ 4 പേരല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ചേച്ചി, 4 പേരില്ല, 3 പേരേ ഉള്ളൂ. അതെനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു അബോധാവസ്ഥയിലും എനിക്ക് അവരുടെ മുഖവും അവർ 3 പേര് എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയാണ്. അവരെനിക്ക് ഓർമ്മയുണ്ടെന്ന് ശരണ്യ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയാണെങ്കിൽ ഒന്ന് ഞെട്ടുകയാണ്. അലീന പറയാണ്, അത് ആരൊക്കെയാണെന്ന് മോൾക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയാണ്, അറിയാം, ഹരി, പിന്നെ എനിക്ക് അത്ര പരിചയമില്ലാത്ത വേറെ 2 പേര്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, രോഹിത്തിനെ മോൾക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. രോഹിത്തിനെ എനിക്കറിയാം. അവിടെ ഹരിയുടെ കസിനല്ലേ രോഹിത്തിനെ എനിക്കറിയാം. രോഹിത്ത് അന്ന് അവിടെ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശരണ്യനെ ആലോചിച്ചിട്ട് പറയാണ്, ഇല്ല, രോഹിത്തിനെ ഞാൻ അവിടെ കണ്ടില്ലായിരുന്നു പറയാണ്. അപ്പോൾ അലീന ഞെട്ടുവാണ്. രോഹിത്ത് അവിടെ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലായിരുന്നു ചേച്ചി, രോഹിത്ത് ഇല്ലായിരുന്നു. രോഹിത്തിനെ ഞാൻ ആ വീട്ടിൽ കണ്ടതേ ഇല്ല. അവിടെ ഞാൻ കണ്ടിട്ടില്ല രോഹിത്തിനെ എന്ന് പറയുകയാണ്. അപ്പം അലീന ചോദിക്കുകയാണ്, മോളോട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോളോട് ചോദിച്ചൂടെ, എന്നാലും ചോദിക്കുകയാണ്, അന്ന് ആ ഒരു സംഭവത്തിൽ രോഹിത്ത് പങ്കാളിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ചേച്ചി, രോഹിത്തിനെ എനിക്ക് നന്നായിട്ടറിയാം. അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. കാരണം ഹരി പലവട്ടവും അയാൾ എന്നെ രോഹിത്തിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രോഹിത്തിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് രോഹിത്തിനെ എനിക്ക് കണ്ടാൽ അറിയാം. ആ ഒരു അബോധാവസ്ഥയിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, എനിക്ക് അവരുടെ മുഖം ഓർമ്മയുണ്ട് എന്ന് പറയുകയാണ്. കേൾക്കുമ്പോഴത്തേക്ക് അലീന ആകെപ്പാടെ ഞെട്ടുകയാണ്. അപ്പം രോഹിത് നിരപരാധിയാണോ എന്നൊരു സംശയം അലീനയുടെ ഉള്ളിൽ വരികയാണ്. അലീന ചോദിക്കുകയാണ്, മോളോട് പോലീസ് സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇവർ 4 പേരും പ്രതികളാണോ എന്ന് മോളോട് ആരെങ്കിലും ചോദിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശരണ്യ പറയാണ്, ഇല്ല ചേച്ചി, എനിക്ക് അതൊന്നും ആലോചിക്കാനോ അതൊന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. എന്നോട് ആരും ചോദിച്ചതുമില്ല. പിന്നെ എനിക്ക് ഈ ഒരു നിലയിലേക്ക് എന്നെ മാറ്റിയെടുത്ത ചേച്ചിയല്ലേ. ചേച്ചി അന്ന് എന്നെ വന്ന് കാണാൻ വന്നപ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ചേച്ചിയാണ് എന്നെ പതുക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയാണ്. അപ്പം അലീനയ്ക്ക് മനസ്സിലാവുകയാണ്, രോഹിത്തിൽ അതിൽ പങ്കാളിയല്ല. പിന്നെ എന്തുകൊണ്ട് രോഹിത് ഇത്രയും നാളും ആരോടൊന്നും പറയാതിരുന്നത്? താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാൻ രോഹിത് തയ്യാറാവുന്നത് എന്നൊക്കെ അലീന വിചാരിക്കുകയാണ്. അപ്പം അലീനയാണെങ്കിൽ ആകെപ്പാടെ കൺഫ്യൂഷനായി. എന്താ ഒന്നും മനസ്സിലാവുന്നില്ല. ശരണ്യ പറയുന്ന രോഹിത് ഇല്ലായിരുന്നു. പക്ഷേ രോഹിത് ഇന്ന് വരെ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല, പോലീസിനോടും പറഞ്ഞിട്ടില്ല താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. തൻ്റെ വാക്കിന് ആരും മുഖവിലക്കെടുക്കത്തില്ല എന്ന് വിചാരിച്ച് രോഹിത് ആരോടും പറയാതിരുന്നതാണോ എന്നൊക്കെ അലീനയ്ക്ക് ആകെപ്പാടെ സംശയമാണ്. അങ്ങനെ ശരണ്യയുടെ വാക്കുകളെല്ലാം കേട്ട് അലീന നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അച്ഛനെ ഈ കാര്യം അറിയിക്കണമല്ലോ. അച്ഛനെ അല്ലെങ്കിൽ വക്കീലിനെ അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എങ്ങനെയെങ്കിലും ഈ തെറ്റിൽ അകപ്പെടാത്ത രോഹിത്തിനെ രക്ഷിച്ചെടുക്കണം എന്ന് ഒരാഗ്രഹം അലീനയ്ക്കുണ്ടാവുന്നു. കാരണം സഹോദരനല്ലേ, വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവനെ രക്ഷിച്ചെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അലീന നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്.